നമുക്കൊരു വാർത്ത കേൾക്കാം. നിൽക്കുമ്പോൾ കേരളത്തിൽ നിൽക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്, ചർച്ചകൾ ഏത് രീതിയിലാണെന്ന് അറിയുന്നതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തു വരുന്ന കാര്യങ്ങൾ മാത്രമേ അറിയൂ. സാമുവൽ പറഞ്ഞു ഇത്ര കാലമായി ഇതിൽ ഇടപെട്ടിട്ടും സാമുവൽ ഒരു ക്ലെയിമിന് വേണ്ടി അല്ലെങ്കിൽ ഫെയിമിന് വേണ്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ശരിയാണ് ആ കാര്യം. വർഷങ്ങളായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ പലരും ഞങ്ങൾ ഇടപെട്ടു, ഞങ്ങൾ അങ്ങനെ ഇടപെട്ടു, ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ആ ക്ലെയിമുകൾ നിങ്ങൾ ഇത്രയും വർഷങ്ങൾ എടുത്ത പണിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ സാമുവൽ? Yes, let me be very clear about it. See, the thing is that yesterday, we have gone back years now. All the progress that has been made slow, very, very, very slow, step by step. And this has gone back very badly. Where the brother, see, this is just a simple thing. All this time, I have been in touch with the family. Did ever the brother come and make a post that, just like this, did he ever make a post? He never did that, right? People have to understand. This is something seeking forgiveness from the family. It is. ഇങ്ങനെ അല്ലല്ലോടാ നീ ഇന്നലെ പറഞ്ഞത്, കൊച്ചു കഴിവേറി. നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. There is nothing related with the family. Nobody talk to the family. No one coming from the family എന്നായിരുന്നല്ലോടോ ഇന്നലെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവനാണ് ആള്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ, അത് തന്നെയാണ് കഥ. ഇതിനകത്ത് മറ്റൊന്നുമല്ല. കാന്തപുരം ഉസ്താദ് പറഞ്ഞേൽപ്പിച്ച ആൾ തന്നെയാണ് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സംസാരത്തിൽ കുറച്ച് സമയം ചോദിച്ചിരുന്നു. സമയബന്ധിതമായി കുറച്ച് സമയം തരിക, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് ഏറ്റിരുന്നു. അതിന് തൊട്ടു മുമ്പ് വന്ന വാർത്തയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തായിരുന്നു? കോടതി നിരാശ പ്രകടിപ്പിച്ചു. എന്ത് നിരാശയായിരുന്നു? ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല, നടക്കില്ല. അവിടുന്ന് നെഗറ്റീവ് ഇതാണ് വന്നത്. ഈ പെണ്ണ് രക്ഷപ്പെടത്തില്ല, എഴുതി വെച്ചോളൂ, രക്ഷപ്പെടത്തില്ല. കാന്തപുരം ഉസ്താദ് ഇനി ആ വഴിക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഇവർ ആഗ്രഹിക്കുന്നില്ല, അർഹിക്കുന്നില്ല. 10 പൈസയും കൊടുക്കരുത്. അടുത്തിരുന്ന് മോങ്ങുന്ന തള്ളക്ക് മനസ്സിലാവുന്നില്ലേ മോടെ കാതകൻ ഇവനാണെന്ന്? ഇവൻ ഒരുത്തൻ കാരണമാണ് ഇന്ന് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ ബാക്കിയുള്ളൊക്കെ പ്രാദേശിക ഭാഷയിലായിരുന്നു. കാന്തപുരം ഉസ്താദിനായിരുന്നു അവർ ഹൈപ്പിൽ വെച്ചിരുന്നതെങ്കിൽ അവരിത് തിരിച്ചറിഞ്ഞേനെ. ഉസ്താദാണ് ഇതിനകത്ത് ഇടപെടുന്നതെന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒന്നും കൂടെ സംസാരിക്കാൻ തയ്യാറെങ്കിലും ആകുമായിരുന്നു. ഉടനെ ഉസ്താദിന് തീവ്രവാദ ബന്ധം, ഹൂത്തികളുമായി ബന്ധം, ഉസ്താദ് കുഴപ്പം, ഇസ്ലാമിയര് കുഴപ്പം, ക്രെഡിറ്റ് എടുക്കാൻ ഓടുന്നു. വയസ്സായി മരണം കാത്തു കഴിയുന്ന ഒരു പാവം മനുഷ്യനെ പറ്റി പറയുന്ന പോക്കൃത്തരങ്ങൾക്ക് ഒരു പരിധി വേണ്ടയോ? ഒരു കമ്മ്യൂണിറ്റിയെ ഇഷ്ടമേ ഇല്ല. അവർ ചെയ്ത നന്മകളെല്ലാം കുഴപ്പം. അവർ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട നടപടി ഉണ്ടല്ലോ. ഇതിന് നിങ്ങൾ തിരിച്ചു പറയേണ്ട സമയം വൈകിയെന്ന് ഞാൻ പറയുള്ളൂ. ഈ സാമുവൽ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന അയാളാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. ക്രിസംഗി മനോഭാവവും കൊണ്ട് അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഈ പോക്കൃത്തരം കാണിച്ചിട്ടാണ് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് പോലും ആ പെൺകുട്ടിക്ക് ഇല്ലാതാക്കി കൊടുത്തത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ക്രിമിനലാണ് ആ സ്ത്രീ. ഒരു കാരണവശാലും അവരെ വെളിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കൂട്ടു നിൽക്കരുത് എന്ന് തന്നെയാണ്. അത് വളരെ സിൻസിയറായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ അത്രത്തോളം അയാളുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച അവൾക്ക് അവളുടെ ലൈഫിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല. വധശിക്ഷ വേണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ജയിലിൽ 100% കിടക്കേണ്ടതാണ്. ഒരു കഥയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ഫാമിലിയിൽ ആ ഹസ്ബൻഡിനെ കാമുകൻ്റെ ഒപ്പം ചേർന്ന് സയനൈഡ് കൊടുത്ത് കൊന്നു കളഞ്ഞ ഒരു കഥ നമുക്കുണ്ട്. ഇവിടെ പുല്ലൂർ സ്വദേശിയാണ്. ആ സ്ത്രീ 26 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവൾ മാത്രമല്ല, അവളെ പ്രണയിച്ചവനും അതേപോലെ 28 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഗവൺമെന്റിന് ഒരു കാരണവശാലും വധശിക്ഷ നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാരണം അത് നിയമം മൂലം അവിടെ നിരോധിച്ചതാണ്. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അതായത് ഇത്തരം കാര്യങ്ങൾ ആദ്യമായിട്ടല്ല നമുക്ക് സംഭവിക്കുന്നതെന്ന്. ഇന്ത്യൻ പൗരയായ ആ സ്ത്രീക്ക് വേണ്ടി നിങ്ങൾ പൈസ ഇറക്കുമോ? നിങ്ങൾ അതിനു വേണ്ടി പോകുമോ? ഒന്ന് ഓർത്തോണം. ഈ പുനലൂർ സ്വദേശിയായ ലിസ്ബണിലുള്ള ഈ പെൺകുട്ടിയുടെ പേരൻസ് കൊല്ലക്കാരാണ്. അതേപോലെ അവൾ കൊന്നുകളഞ്ഞ അവളുടെ ഭർത്താവിന്റെ പേരൻസും അയൽവാസികളാണ്. വളരെ അടുത്ത് നിയറായി താമസിക്കുന്നവരാണ്. അങ്ങനെയുള്ള അവരെ ഇവിടെ പണിഷ് ചെയ്യാതെ അവിടെ തന്നെ പണിഷ് ചെയ്ത് അവിടെ തന്നെ 28 വർഷത്തേക്ക് ജയിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് പോയി കാണിക്കാവുന്ന ക്രിമിനലിസം കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു വിഷയത്തിൽ 100% ഈ പറയുന്ന പെൺകുട്ടി ഒരു രീതിയിലും മാപ്പോ ദയോ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ അവൾ ജീവിച്ചിരുന്നത് തന്നെ വളരെ ദയുള്ളൊരു കാര്യമാണ്. അവിടുത്തെ ശിക്ഷാ നടപടി നിങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി. ഇതിനകത്ത് അവസാന നിമിഷം ഇവനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എവിടെയുണ്ട്. ആ വ്യക്തി കാലിൽ പിടിക്കുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട്. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനും ധാർഷ്ട്യത്തോടു കൂടി നിൽക്കുന്നു. അവസാനം അവൻ വളരെ ഇതായിട്ട് തന്നെ അവനെ കൊന്നു കളയുന്ന ഒരു സീനാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് തന്ന ആൾക്കാർ പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ അവർ സംസാരിക്കാനും മരണം വിധിക്കാതിരിക്കാനും മാക്സിമം ശ്രമിക്കൂ അത്രേ. അതായത് അവരുടെ സൈഡിൽ നിന്ന് എത്രത്തോളം അവർ അഡ്ജസ്റ്റ് ചെയ്യാമോ അത്രത്തോളം അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തം. ഇന്നലെ ഇവൻ്റെ ഇംഗ്ലീഷിലുള്ള കൊണ കേട്ടത് കൊണ്ട് തന്നെയാണ് ഇന്നത് സംഭവിച്ചതെന്നുള്ളത് തർക്കിക്കേ വേണ്ട.
ഇനി കാന്തപുരം ഉസ്താദിനെ കളിയാക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ചുകൂടി ഉണ്ട്, അതും കൂടെ കേൾക്കാം. വായ്ത്താളം കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. And telling that I spoke to the brother is accepting false claims. And you are just and today he flipped. The same guy today he flipped and he said the brother is not accepting. Except yesterday he says today the guy is a flit. Today is the first. Brother accepted and today he flips and he says that the brother is not accepting. ഇതേ മനുഷ്യർക്ക് മനസ്സിലാവും, സംഖ്യ വാണ കുറ്റിയൊക്കെ മനസ്സിലാക്കാം. നീ ഇനി മാനിപ്പുലേറ്റ് ചെയ്യണ്ട. കറക്റ്റ് ആണ്. ഇന്നലെ സംസാരിച്ചത് കാന്തപുരം ഉസ്താദിന്റെ ടീമായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ അവർ കേൾക്കാൻ തയ്യാറായി. താൽക്കാലികമായി വധശിക്ഷ നീട്ടിവെക്കാമെന്ന് അവർ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ നീട്ടിവെക്കപ്പെട്ടത്. സംസാരിച്ചില്ല എന്ന് പറയണം. ഇന്ന് പറ്റൂലെന്ന് പറഞ്ഞത് നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ എടുത്ത് വെച്ച് അലക്കുന്നത് കണ്ടിട്ട് തന്നെയാണ്. ഇംഗ്ലീഷിലല്ലായിരുന്നോ കോണ? മുഴുവൻ ഇംഗ്ലീഷിലല്ലായിരുന്നോ? ആ ഇംഗ്ലീഷ് കേട്ട ഉടനെ മറ്റൊരു ഇപ്പോൾ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പിന്നെ ഇംഗ്ലീഷ് വേർഷൻ കേൾക്കാൻ പറ്റും. എന്തോ ഒരു സിസ്റ്റം ഉണ്ട് അതിനകത്ത്. നമ്മൾ മലയാളത്തിൽ പറയണത് അവർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അവർ അന്തസ്സായിട്ട് കാര്യം മനസ്സിലാക്കി. So, I mean, why would we put a girl's life in jeopardy? I don't really understand. And to be honest, I'm telling you. അയ്യോ, ആരാ ഇപ്പൊ ഈ ഗേള്? ആരാ ഇപ്പൊ പരിശുദ്ധ? നിന്റെ പരിശുദ്ധ കന്യാമറിയം അല്ലേ? നിമിഷപ്രിയ എന്ന് പറയുന്ന പരിശുദ്ധ കന്യാമറിയത്തിന് പകരം വന്ന ആളാ ആണോ? ഭയങ്കര സ്നേഹം അല്ലയോടാ, താങ്ങാനെ കൊണ്ട് പറ്റുന്നില്ല. എന്തുവാ? I'm sitting in Sana for this for the past one. I mean, like even like completely I've dedicated my life for this. I have to move to another city. Unfortunately, because mother is here, I've taken a house for rent and I'm sitting here. അമ്മ കൂടെ ഇരുന്നിട്ട് വളരെ വിഷമിച്ച് തല കുനിച്ചിരുന്ന് കരയുന്നുണ്ട്. ഒരമ്മയുടെ കണ്ണീര് കാണുമ്പോൾ വേദന തന്നെയാണ്. അമ്മ ആ കരച്ചിലും കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അർഹിക്കുന്ന ദയ നിങ്ങൾ അർഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ദയ അർഹിക്കുന്നില്ല എന്നാണ് എൻ്റെ വളരെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. കാന്തപുരം ഇനി ഇതിനകത്ത് ഇടപെടരുത് പ്ലീസ്. ഞങ്ങളെ അപമാനിക്കരുത്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. ഈ നാറികൾക്ക് ഇനി വക്കാലത്ത് പറയരുത്, പോകരുത്. അവൾ മരണപ്പെടാനുള്ളവൾ തന്നെയാണ്. വേണ്ട നമ്മുടെ സപ്പോർട്ട് അവർക്ക്. ഇത്രയും അപമാനിച്ചു. ഇന്നലെ മുഴുക്ക സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം കമ്മ്യൂണിറ്റിയെ വലിച്ച് കീറുന്നുണ്ടായിരുന്ന വെറ്റകൾ. ഈ പറയുന്ന എക്സ് മുസ്ലിമുകളും ഈ പറയുന്ന മാധ്യമങ്ങളും പോയി സമ്പാദിച്ചുകൊണ്ട് വരട്ടെ, പോയി സേവ് ചെയ്തുകൊണ്ട് വരട്ടെ. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. മിണ്ടരുത്. നമ്മുടെ കൈ ഇതിനകത്ത് വേണ്ട. അവൾ അർഹിക്കുന്ന മരണം അവൾക്ക് കിട്ടട്ടെ. നമ്മൾ വിചാരിച്ചാൽ വരും എന്ന ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടപെട്ടതും അത് കൃത്യമായി ഫലിക്കുകയും ചെയ്തത്. ഇനി ഇടപെടരുത്. ഇനി എന്തെന്ന് പറഞ്ഞാലും ഇടപെടരുത്. കാലി പിടിക്കട്ടെ, അപ്പം നോക്കാം. ആരുടെ? അവരുടെ അല്ല, നിങ്ങളുടെ കാലി വന്ന് പിടിച്ചാൽ അപ്പോഴാലോചിക്കൂ. ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ നാറിയ ചെരുപ്പൂരിയാണ് അടിക്കട്ടോ. ഇന്നലെ ഇതായിരുന്നല്ലോ പെർഫോമൻസ്. നോ, ഐ ആം നോട്ട് ഹിയർ ടു മേക്ക് എനി സ്റ്റോറീസ്. ഐ ആം നോട്ട് ഡൂയിങ് എനി സ്റ്റോറീസ്. ഞാൻ ഇവിടെ മാധ്യമങ്ങൾക്ക് പേട്ടി കൊടുക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനുമല്ല ഞാൻ ഇവിടെ ഉള്ളത്. ഐ ആം ജസ്റ്റ് ഹിയർ ഫോർ മൈ സെൽഫ് എൻജോയ്മെന്റ്. ഒരൊറ്റ അടി നീ ഇവിടെ വന്ന് നീ മലയാളം പറഞ്ഞാൽ നിന്റെ അണ്ണാക്കിൽ പന്നി പടക്കം വെച്ച് പൊട്ടിക്കണം. നാറി. Don't understand. No, nobody thinks that, and it's very easy for me to say no and just leave it. Who is going to come and ask me if I just leave? And it's only my conscience, and I'm because I feel that I'm answerable before God. I'm not worried about anyone, but I'm answerable. You are. Who is going to ask you? ഇതെന്താണ് നിന്റെ പരിപാടി എന്ന് എനിക്ക് മനസ്സിലായി. കാസാക്കാർ നല്ല പേയ്മെന്റ് തന്നിട്ടുണ്ട്. ആ പെണ്ണിനെ കൊന്നിട്ട് വേണം കൊണ്ടുവരാൻ. ദെൻ ഓൺലി നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണം. നോക്കൂ, ശരീഅത്ത് നിയമം ഇത്രയ്ക്ക് കഠിനമാണ്, നോക്കൂ ഇതാണ് പ്രശ്നമെന്ന്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം മറ്റേ ലെസ്ബാനിലുള്ള ആ സ്റ്റോറി പറഞ്ഞത്. അവിടെയും ഓസ്ട്രേലിയയിൽ 28 വർഷത്തിന് വിധിക്കപ്പെട്ടിരുന്ന ഒരു പെണ്ണ് അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഇമാതിരി ഈ സാധനം എടുത്ത് വെച്ച് ഇവിടെ പറഞ്ഞാൽ ഇതിനേക്കാൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് മറ്റു രാജ്യങ്ങളിൽ വധശിക്ഷയ്ക്ക് ഏർപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് എൻസൈക്ലോപീഡിയ കൊണ്ടുവന്ന് വെക്കൂടാ. വെച്ചിട്ട് ഇതിനെ അലട്ടി. അതേപോലെ അവിടെ കിടന്ന് നിരങ്ങുന്ന ആരിഫ് KUNN മോനെ, നിന്റെ തലയിൽ വെള്ളടി വെട്ടാതെ നീ ഇങ്ങനെ നടക്കുന്നത് നിന്റെ തള്ളക്കാണ് പൊട്ടിയിട്ട് കൊടുക്കേണ്ടത്. എടി തള്ളേ, ഇതിനകത്ത് എന്ത് കുന്തം വന്നാലും ഒന്നുമില്ല. നമ്മൾ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഒരു പരിധിയിൽ കൂടുതൽ ഇതെങ്ങനെയാണ് സഹിക്കുക എന്ന് പറഞ്ഞേ? ഒരു മനുഷ്യൻ അതിനകത്ത് ഇടപെടണം എന്ന് തോന്നി അതിലേക്ക് ഇടപെടലുകൾ നടത്തി ആ ഇടപെടലിന്റെ പരിണിത ഫലമായിട്ട് ഒരു ദിവസത്തേക്കെങ്കിൽ ഒരു ദിവസം അത് നീട്ടി കിട്ടുമ്പോൾ അദ്ദേഹത്തിനെ പോലും അവഹേളിക്കുന്നവരോട് അവരെങ്ങനെ റിയാക്ട് ചെയ്യും? കമ്മ്യൂണിറ്റി, ഞങ്ങൾ ഈ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റികൾ സഹിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് ഈ രാജ്യം വേണം, ഇത് ഞങ്ങളുടെ രാജ്യമാണ്. അതുകൊണ്ട് മതാവഹേളനം വരുമ്പോൾ പോലും ഞങ്ങൾ വളരെയധികം വേദനയോടെ കടിച്ചു പിടിക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം
മറ്റുള്ളവർ വിദേശത്തിരിക്കുന്ന 100ഓളം വരുന്ന അത്രത്തോളം വരുന്ന രാജ്യങ്ങൾ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ളവർ ഈ വാർത്തകളൊന്നും കാണുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവർക്ക് പുച്ഛമാണ്, വെറുപ്പാണ്. ആ വെറുപ്പ് മാറും തോന്നുന്നുണ്ടോ? ഇത്രത്തോളം മതസൗഹാർദ്ദമായി അവർ വളരെയധികം ജെന്യുവനായി അവൾക്ക് അവിടെ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാനും അതിൽ കൂടെ പണം സമ്പാദിക്കാനുള്ള വായ്പകൾ തുറന്നു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടും അവൾ ഈ പോക്കൃത്തരം ആ ചെറുക്കനോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അർഹിക്കുന്ന മരണം അവൾക്ക് നമ്മളാണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അല്ല സേവ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയല്ല വേണ്ടത്. അവൾ തെറ്റ് ചെയ്യാതെയാണ് അതിനകത്തെങ്കിൽ അവൾ തന്നെ അവളുടെ കുഴി തോണ്ടുന്ന പരിപാടികൾ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. ഫോൺ വിളിച്ച് പറയുന്നുണ്ട് ഞാൻ ചെയ്തതിന്റെ ആ ഒരു അവസ്ഥ. ഇതൊക്കെ കാരണം ഇത് കേൾക്കുന്ന അവർ തീരുമാനിക്കും. അവൾക്ക് പശ്ചാത്താപമില്ല. ഇപ്പോഴും അവൾ പറയണത് ഞാൻ ചെയ്തത് തെറ്റെന്നല്ല, ഞാൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്നാ പറയണേ. അതായത് അവൾ ജസ്റ്റിഫൈ ചെയ്യാണ്. അവൾ നാളെ ഇവിടെ വന്നാലും അവനെ പറ്റി വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. തലാൽ എന്ന് പറയുന്ന അയാൾക്കെതിരെ വളരെ വൾഗറായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. നിന്നെ ഒരാൾ ഉപദ്രവിക്കുന്നെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. നിനക്ക് അവിടെ സാധിക്കുന്നില്ലേ, അവിടുന്ന് എങ്ങനെയും നാട്ടിലെത്താൻ നീ ശ്രമിക്കണം. നാട്ടിലെത്തി ഇവിടെ നിന്നുകൊണ്ട് പിന്നെ നീ അതിനു വേണ്ടി എതിർക്കുകയോ പൊരുതുകയോ ചെയ്യുന്നതിന് പകരം അവനെ വെട്ടി പീസാക്കി ടാങ്കിൽ ഇട്ടിട്ട് നീ എന്ത് ന്യായം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഈ സാമുവൽ ഇനി ഇരുന്നു കൊണ്ട് കൊണ പറയണത് നിങ്ങൾ വീണ്ടും ഏറ് ചെയ്യൂ. ആ പെണ്ണിനെ നാളെ തന്നെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പാക്കിക്കോളൂ. താങ്കൾ അത്രയധികം വർഷങ്ങളായി ഓരോ നിമിഷവും ഇതിനു വേണ്ടി താങ്കൾ പറഞ്ഞതുപോലെ അവിടെ മറ്റൊരു നഗരത്തിലേക്ക് മാറി അവിടെ താമസിക്കുകയാണ് അമ്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ നിമിഷപ്രിയയുടെ മോചനത്തായി. താങ്കൾ ഒരു കാര്യം കൂടി അറിയാനുള്ളത്, നമ്മൾ ഈ എക്സിക്യൂഷൻ പോസ്റ്റ്പോൺ ചെയ്തു എന്നത് വളരെ ആശ്വാസമായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു വാഴയില്ല. ഇന്നലെ ഇവ ഇംഗ്ലീഷിൽ കിടന്നുകൊണ്ട് തകർത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യും. ഈ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അവരുടെ ചെവികളിലെത്തും. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളായിരിക്കുമോ? അവരുടെ ഒരു സഹോദരനെ അവർ ഇന്ത്യയിലേക്ക് വിട്ടിട്ടുണ്ട്. ഈ സഹോദരൻ ഇവിടെ വന്നിട്ടുണ്ട്. എത്ര കാലത്തേക്കാണ് നീട്ടി വെച്ചത്? അതിനുള്ള ഒരു പരിധി ഉണ്ടോ? എത്ര ദിവസത്തേക്കും എക്സിക്യൂഷന്റെ ഡേറ്റ് ഉൾപ്പെടെ അവർ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയും ദിവസം സാമൂൽ അവിടെ നിന്നിട്ട് നടക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് ഒരു ഒറ്റ ഇടപെടലുകളിൽ കൂടെ കാന്തപുരം ഉസ്താദിന് സാധിച്ചു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ്. എന്നിട്ടും വായ്ത്താളം അടിക്കുന്ന ഇവറ്റകളോട് എന്ത് പറയാനാണ്? ഇനി അവനോട് ചോദിക്കണം, നീ അടുത്ത അഭിപ്രായം കൂടെ പറഞ്ഞ് തള്ളടാന്ന്. ഇവന്റെ അഭിപ്രായം ആർക്ക് കേൾക്കണം? ഇവൻ ഒരുത്തൻ കാരണമാണ് ഇത് ഇങ്ങനെ വന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവൻ കൊടുക്കുന്ന ആ ഒരൊറ്റ വോയിസിന്റെ പുറത്താണ് മറ്റുള്ളവർ യെസ് അങ്ങനെയായിരിക്കും കാന്തപുരം കള്ളം പറയുന്നതാണ്, അദ്ദേഹത്തിന് ഇത് കിട്ടണം, അദ്ദേഹത്തിന് കൂത്തികളുമായിട്ട് തീവ്രവാദ ബന്ധം, ഇങ്ങനെ വേണ്ട വർത്തമാനങ്ങൾ അത്രേ പറഞ്ഞുണ്ടാക്കുമ്പോൾ ഒരു മനുഷ്യൻ പിന്മാറത്തില്ലേ? അദ്ദേഹം പിന്മാറിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ പിന്മാറൂ, പ്ലീസ് പിന്മാറൂ. സഹായിക്കരുത്, സഹായിച്ച് അപമാനം നേരിടരുത്. നമ്മൾ ചെയ്യേണ്ടത് റബ്ബിൽ അറിഞ്ഞാൽ മതി എന്നുള്ള നയം വെക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണ്, ആ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഇവളത് അർഹിക്കുന്നില്ല. ഇവളോ കുടുംബമോ അത് അർഹിക്കുന്നില്ല. ഒരു ആക്സിഡന്റിൽ മകൾ മരണപ്പെട്ടു പോയി എന്ന് അങ്ങോട്ട് സമാധാനിക്കൂ അമ്മേ. എനിക്ക് അതേ പറയാനുള്ളൂ. ഒരു വല്ലാത്തൊരു അസുഖം വന്ന് സ്വന്തം മകൾ മരണപ്പെട്ടു പോയി എന്ന് സമാധാനിക്കൂ. കാരണം നിങ്ങളുടെ മകൾ ചെയ്ത ചെയ്ത് അസാധ്യ ചെയ്താണ്. അതിന് ക്ഷമ എന്നൊരു വാക്കുകൊണ്ട് പറ്റത്തില്ല. അവൾക്കതില്ല. അവൾ പശ്ചാത്താപിക്കുന്നില്ല. അവൾ ഇപ്പോഴും ജസ്റ്റിഫൈ ചെയ്യാണ്, ഞാൻ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറയുന്നിടത്ത് അവൾക്ക് പശ്ചാത്താപ ബോധമില്ല. കൊന്നത് ശരിയെന്ന് പറയുന്ന ഒരു പെണ്ണിനെ അവർ വെറുതെ വിടുന്നത് സത്യം പറഞ്ഞാൽ നീതി നിഷേധമാണ്. ചാകട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞത് കറക്റ്റായിട്ട് നടന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിനകത്ത് എനിക്ക് യാതൊരു രീതിയിലുള്ള റിഗ്രഷനുമില്ല. കണക്കായി പോയെന്നേ ഉള്ളൂ. ആഭ്യന്തരം ഇടപെട്ടിട്ട് അവിടുന്ന് പറ്റില്ല, ചർച്ചകൾ വിഫലമായി നടക്കില്ല എന്ന് കോടതിയിൽ വരെ പറഞ്ഞ് കോടതി പബ്ലിഷ് ചെയ്ത ന്യൂസ് ഇവിടെ എത്രയും നടക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടെ ശരി ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ഇറങ്ങി നിന്നതിന് ഈ മറുപടി കൊടുത്ത നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം എന്നുള്ളതാണ്. ഇനി നരേഷൻ വേറെ കൊണ്ടുവന്നാൽ സാമുവലെ നീ കേൾക്കാനിരിക്കുന്നത് മിച്ചമാണ്. നീ ഒരുത്തനാണ് ആ പെണ്ണിന്റെ കൊലയ്ക്ക് ഉത്തരവാദി. അവൾ മരിച്ചു കഴിഞ്ഞു. അവളെ ഇനി എത്ര പെട്ടെന്ന് തൂക്കിലേറ്റാമോ അത്ര പെട്ടെന്ന് തൂക്കിലേറ്റുക. സംസാരിച്ച് ആരും സമയം കളയണ്ട, ആരും പൈസ കൂട്ടണ്ട, നടക്കൂല. കാരണം അവരപമാനിക്കപ്പെട്ട രീതി നിങ്ങൾ വിചാരിച്ചു കാന്തപുരത്തിനെയാണ് നിങ്ങൾ അപമാനിച്ചത്. അല്ല, അവരെയാണ് നിങ്ങൾ അപമാനിച്ചത്. ആ മനുഷ്യരുടെ ആ നീതിബോധത്തിനെയാണ് നിങ്ങൾ അപമാനിച്ചത്. സ്വന്തം സഹോദരനക്ക് വരണോടാ ഈ പറയുന്ന സാമുവലിന്റെ വീട്ടിലുള്ള ഒരുത്തനെ ഇതുപോലെ വെട്ടിക്കീറി കൊല്ലണം. അപ്പൊ സാമുവലിന് മനസ്സിലാവും എത്ര വലിയ തെറ്റാണ് ഈ ചെയ്തതെന്ന്, എങ്ങനെയാണ് അതിന് മാപ്പ് കൊടുക്കാൻ മനസ്സ് വരിക എന്നുള്ളത് അപ്പോഴും നിനക്ക് മനസ്സിലാവും. വിവരമില്ലാത്ത കഴുത. ഇവ ഒരുത്തനാണ് ഈ പ്രശ്നം എത്രയും വഷളാക്കിയത്. ഇവനെയാണ് അടിപറ്റിക്കേണ്ടത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകും. ഇത് സംസാരിക്കണം, വളരെ അമിക്കബിളി സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു വിശ്വഗുരുവോ ഒരു അമിട്ടണനും പോയില്ല. അമിട്ടണനും വിശ്വഗുരുവും പച്ച ലൈറ്റ്
ഇട്ടിട്ട ഷൂസ് വിട്ടുകൊണ്ട് അവിടെ പോയി കൊട്ടിപ്പാടാൻ പോകുന്നതിനപ്പുറം മര്യാദയോട് കൂടി സംസാരിച്ചത് സോൾവ് ചെയ്യാൻ അവർ ഇതുവരെ ശ്രമിച്ചു. വർഷം എത്ര വർഷമായി? ഇത് കാന്തപുരം ഇടപെട്ടത് തന്നെയാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കിട്ടിയ അവസരം തന്നെയാണിത്. ഇത് ദൈവത്തിന്റെ കോടതിയിൽ നിഷേധിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിഷേധാത്മകമായ പോക്കിർത്തരം പറഞ്ഞ് അത് ആഘോഷിച്ച ആരിഫ് ഹുസൈൻ ആയിരുന്നാലും ജാമിദ ആയിരുന്നാലും മലം TV ആയിരുന്നാലും ഇവരൊക്കെ തന്നെയാണ് നിമിഷപ്രിയയുടെ ഈ ഒരു അവസ്ഥയ്ക്ക്, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണക്കാർ. ദാറ്റ്സ് ഇറ്റ്.